ഞാൻ എൻ്റെ തറവാട്ടിൽ പോയപ്പോഴേ അവിടെ ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കാൻ പോയെന്ന്. അപ്പോൾ ഞാൻ കിട്ടിയ ചാൻസ് കളഞ്ഞില്ല, വേഗം വീഡിയോ എടുത്തു. വീഡിയോ എടുക്കുമ്പോഴേക്കും പൊടി പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. റേഷൻ കടയിലത്തെ ആട്ടപ്പൊടിയും പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അട ഉണ്ടാക്കുന്നത് പൊടിയണിയുടെ ഇലയിലാണ്. അപ്പോൾ പറമ്പിൽ പോയിട്ട് നല്ല ഇല നോക്കിയിട്ട് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ശർക്കര വേണം, അതുപോലെ തന്നെ ചെറിയ ജീരകം, ഏലക്ക. ചെറിയ ജീരകം ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി അടക്ക് വേണ്ടിയിട്ട് ഒരു തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത്, അതുപോലെ പൊടിച്ചെടുത്തുള്ള ജീരകം, ഏലക്ക എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി പൊടിയണിയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മാവ് എടുത്ത് ഒന്ന് നന്നായിട്ട് ഇതുപോലെ തന്നെ പരത്തി കൊടുക്കുക. എന്നിട്ട് അങ്ങ് ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി സാധാരണ നമ്മൾ അടക്ക് മടക്കി കൊടുക്കുന്ന പോലെ തന്നെ മടക്കി കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ളതും റെഡിയാക്കിയിട്ട് എടുക്കുക. കുറച്ച് വാഴയില എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അട എല്ലാം റെഡിയാക്കിയിട്ട് എടുത്ത് നമുക്കിത് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇഡ്ഡലി കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ ഒരു ഇഡ്ഡലി കുക്കർ ഉണ്ടല്ലോ, ഒരു 35 വർഷം പഴക്കം ചെന്നതാണ്. എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പുരാതന വസ്തുവൊക്കെ കാണാൻ കഴിയും. അങ്ങനത്തെ അട 10 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.